ഹലോ ഗെയ്സ്, ഇന്ന് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഇതെൻ്റെ ചേച്ചിയാണ്, എൻ്റെ സ്വന്തം ചേച്ചി, പേര് സരിത എന്നാണ്. അപ്പോൾ ഞങ്ങളൊരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് തൃശ്ശൂർക്ക് പോവാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ അടുത്തുള്ള പടിഞ്ഞാറക്കോട്ട ഇറങ്ങി മാക്സിൽ കയറിയിട്ട് കുറച്ച് ചില്ലറ സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ടൂറ് പോവാണ് നാളെ. അപ്പോൾ തലേദിവസമാണ് സാധനങ്ങൾ കുറച്ച് മേടിക്കണത് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ജോലിയുള്ള കാരണം ലീവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് ലീവ് കിട്ടിയത്. അപ്പോൾ തലേദിവസം നമ്മൾ ഇന്ന് വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടി അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവൾ നോക്കണത് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുർത്തീസാണ് കേട്ടോ നോക്കണത്. അപ്പോൾ 2-3 വെച്ച് നോക്കി, എന്നിട്ട് അവൾക്ക് അങ്ങനെ ഇഷ്ടമായില്ല. പിന്നെ ലാസ്റ്റ് അവൾ ഒരെണ്ണം ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തു കേട്ടോ. അതൊക്കെ ടൂറ് പോണ വീഡിയോയിൽ കാണാം നമ്മൾ എടുത്തത് ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പം അതിനായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 പീസിൻ്റെ സെറ്റ് എടുത്തു കേട്ടോ. പിന്നെ ഉണ്ണിയോൾക്ക് അവിടെ നിന്ന് ബനിയനും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ മാക്സിലത്തെ പർച്ചേസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സർബത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. നല്ല ചൂടാണ്. അപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ചത്തു പോകണ ഒരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നാരങ്ങ സർബത്ത് കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പിന്നെ പോകണം നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വന്ന ഒരു സന്തോഷമൊന്നും മുഖത്ത് ഇപ്പോൾ കാണുന്നില്ല. കാരണം അത്രയും വെയിലടിച്ചിട്ട് മുഖമൊക്കെ ആകെ കരിഞ്ഞു തുടങ്ങി. പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ഇത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ ഇത് എനിക്ക് തോന്നിയില്ല. കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇടാൻ പറ്റും നല്ല അടിപൊളി ട്രെൻഡി കളക്ഷൻ ഉണ്ട്. നമുക്കും വേണമെങ്കിൽ ഇടാം. പക്ഷേ ഞാൻ അങ്ങനെ അത്ര വലിയ മോഡേൺ അല്ലാത്തത് കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് പറ്റുന്ന യോജിക്കുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ വേണ്ടാന്ന് വെച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ 2 കുർത്തിയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ വെറ്റ് ടിഷ്യൂ, അതുപോലെ തന്നെ ഷീറ്റ് മാസ്ക്, അങ്ങനെ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ പറഞ്ഞത് പേസിയോയിലേക്ക് കേട്ടോ. അവിടെ കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും എനിക്ക് ഇഷ്ടമായില്ല. അവിടെ കൂടുതലും കുർത്ത അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് കൂടുതലും എനിക്ക് തോന്നിയത്. കല്യാണക്കാരുടെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കയറി. പിന്നെ അവിടെ പരിചയമുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ കണ്ട് സംസാരിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ തൃശ്ശൂർ റൗണ്ടിലേക്ക് പോന്നു കേട്ടോ. തൃശ്ശൂർ റൗണ്ടിൽ എത്തിയപ്പോൾ ഒരു കുഞ്ഞാനേനെ കൊണ്ട് പാപ്പാമാർ വരുന്നുണ്ട്. നാളെ പൂരത്തിന് കൊണ്ട് എഴുന്നള്ളിക്കാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ആനേനെയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ചെരുപ്പ് മേടിച്ചു. നമ്മൾ അന്ന് ജീൻസ് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ഷോപ്പിലേക്ക് പോയില്ലേ, ആ ഷോപ്പിൽ പോയിട്ട് ഓഫറിൻ്റെ ചെരുപ്പൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഒളിഞ്ഞിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ അതെ പൂരത്തിൻ്റെ ഒരു വൈബ് നമ്മുടെ തൃശ്ശൂർ ആയിട്ടുണ്ട്. അത്രയും കടകൾ, അതുപോലെ തന്നെ തിരക്കും ബഹളമൊക്കെയാണ്. നാളെ പൂരത്തിന് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം വെള്ളം കിട്ടാണ്ടിരിക്കില്ല കേട്ടോ. ആ മാതിരി കടകൾ തൃശ്ശൂർ ആ റൗണ്ടിലുണ്ട്. പിന്നെ തൃശ്ശൂരിൽ നല്ല ബ്ലോക്കാണ്. പൂരം പ്രമാണിച്ച് നല്ല ബ്ലോക്കാണ്. പതുക്കെയൊക്കെയാണ് വണ്ടി പോയോണ്ടിരിക്കണത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പന്തൽ കാണാനൊന്നും പറ്റില്ല. ഇപ്പം തന്നെ ഞങ്ങൾ ആകെ ടയേർഡായി. പിന്നെ നാളെ ഞങ്ങൾക്ക് പുലർച്ചെ പോകണം. അപ്പോൾ പന്തൽ ഞങ്ങൾ ഇപ്പം തന്നെ ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് കണ്ടു പോവാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ പന്തലൊക്കെ കാണാൻ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പന്തൽ കണ്ടു. അപ്പോൾ ശക്തൻ്റെ വഴിക്ക് പോകുന്ന ഒരു പന്തലും കണ്ടു, പിന്നെ നടുവിലാലിൻ്റെ അടുത്ത പന്തലും കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പന്തലൊക്കെ കണ്ട് തിരിച്ച് നമ്മളെ ഒളരിയിലെത്തിയിട്ട് ആദ്യം തന്നെ ഒരു ഫ്രഷ് ജ്യൂസാണ് കേട്ടോ കഴിക്കണത്, ദാഹിച്ചിട്ട്. അപ്പം നമ്മുടെ ഗ്രേപ്സിൻ്റെ ജ്യൂസാണ് കേട്ടോ കഴിക്കണത്. അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ അടുത്തുള്ളൊരു ഫാൻസി കടയിൽ കയറിയിട്ട് നമുക്ക് 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗെയ്സ്, പോവാണ്. ആകെ ക്ഷീണിച്ചു പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.